കായലിന്റെ കരയിൽ ഒരു കഥ പറയണ കാലം കണ്ടറിയണ നേരിൻ കഥയാ. വാനം കറുകറുക്കണ വഴിവിളക്കിന് തിരി തെളിയണ കണ്ണോ കടമെടുക്കിന് കാണാം പൂരം. ഇനി നെഞ്ചിന്നിട നെഞ്ചിൽ ഒരു സരിഗമയുടെ ഗാനം, എന്നുള്ളിനുള്ളിനുള്ളിൽ ഇത് തകിലടിയുടെ മേളം. കൊച്ചി കായലിന്റെ കരയിൽ ഒരു കഥ പറയണ കാലം കണ്ടറിയണ നേരിൻ കഥയാ. വാനം കറുകറുക്കണ വഴിവിളക്കിന് തിരി തെളിയണ കണ്ണോ കടമെടുക്കിന് കാണാം പൂരം. കടലിത് കാറ്റിനോട് കിന്നാരം ചൊല്ലി, കാട്ടത് കരയിൽ വന്നു പുന്നാരം മൂളി. കടലിത് കാറ്റിനോട് കിന്നാരം ചൊല്ലി, കാട്ടത് കരയിൽ വന്ന് പുന്നാരം മൂളി. ഇടവഴി പല വഴിയേ ചിറകതിലേറി കനവിതു കാണിക്കാം കണ്ണിറയേ. ഇടവഴി പല വഴിയേ ചിറകതിലേറി കനവിതു കാണിക്കാം കണ്ണിറയേ. കൊച്ചി കായലിന്റെ കരയിൽ ഒരു കഥ പറയണ കാലം കണ്ടറിയണ നേരിൻ കഥയാ. വാനം കറുകറുക്കണ വഴിവിളക്കിന് തിരി തെളിയണ കണ്ണോ കടമെടുക്കിന് കാണാം പൂരം. ഇനി നെഞ്ചിന്നിട നെഞ്ചിൽ ഒരു സരിഗമയുടെ ഗാനം, എന്നുള്ളിനുള്ളിനുള്ളിൽ ഇത് തകിലടിയുടെ മേളം. കൊച്ചി കായലിന്റെ കരയിൽ ഒരു കഥ പറയണ കാലം കണ്ടറിയണ നേരിൻ കഥയാ. നാനാ 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 ഹലോ, ഞാൻ എത്തിക്കോളാം. ഞാൻ പെട്ടെന്ന് വരാം. വല്ല യൂബറും വിളിച്ചാൽ മതിയായിരുന്നു. ശരിയാ. ഹലോ, അന്വേഷിച്ച് ഞാൻ വന്നോണ്ടിരിക്കാം. ഞാനൊരു 15 മിനിറ്റ് അതിനുള്ളിലെത്തും കേട്ടാ. ശരി ശരി ശരി. ഹലോ, എന്താടാ? അമ്മ നല്ല കളിപ്പിലാണല്ലോ. പാടാൻ എങ്ങനെയാ? എടാ ഡൂളി, ഇവിടെ ആകമത്തെ സീനാണ്. റിവ്യൂ ഞാൻ പിന്നെ തരാം, നീ പോയി വെക്ക് ട്ടാ. ഓക്കെ മച്ചാനെ. നാളെ ചേച്ചിനെ കൊണ്ട് ഇന്റർവ്യൂവിന് പോവാനുള്ളതാ. കിടന്നുറങ്ങിക്കേ. കിടന്നമ്മ. അമ്മേ, ദേവൻ ഉറങ്ങാണ്ട് ഏതോ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. അമ്മയായിട്ട് ചാറ്റ് ചെയ്യണത് അയ്യോ കിടന്നമ്മ.
കാത്തിരിക്കുകയായിരിക്കും. സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന മുഖം നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. മമ്മൂക്ക ഫാൻസിനെ ഞെട്ടിക്കുന്ന ഒരു കിടിലൻ വാർത്ത കഴിഞ്ഞ ദിവസം ഇറങ്ങിയായിരുന്നു. വേറൊന്നുമല്ല, നീ സ്ലോ മോഷനൊക്കെ ഇട്ട് വരുമ്പോഴേക്കേ എന്റെ ഇന്റർവ്യൂ കഴിയും. ചേച്ചിയുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ പിന്നെ നോക്കും. അല്ലാന്താ നീ വന്നേ കൂടിയാണ്. അപ്പൊ ഇനി ഇവേ നമുക്ക് ബിഗ് ബിയിലെ ഒരു പാട്ടിനാണ് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മിർച്ചി. സംഗതി ഹോട്ടാണ്. ഹലോ, എൻ്റെ പൊന്നു മച്ചാനെ, ഞാനിപ്പോൾ സ്ഥലത്തില്ല. നീ വേറെ ആരെങ്കിലും വിളിച്ച് കറക്കാൻ നോക്ക്. ആ എടാ, ഞാൻ വിളിക്കാം. ശരി. ചേട്ടാ ടൗൺ വരെ ഒന്ന് പോവോ? വണ്ടി വന്നു, വേഗം വാ. എടാ, ഈ വണ്ടി അപ്പുറത്ത് വരെ ഉള്ളൂ എന്നാ പറഞ്ഞേ. വഴി ബ്ലോക്കാന്ന്, നമുക്ക് അപ്പുറത്ത് ഇറങ്ങാം. എന്റെ പൊന്നു, ഞാൻ നിവർത്തിയുണ്ടെ ഞാൻ കൊണ്ടുപോയനെ. ഇതിപ്പോ എനിക്ക് ഓടിയതുകൊണ്ട് കുറെ സ്ഥലങ്ങളുണ്ടേ, അതാ. ചേട്ടാ പോണ വഴിക്കൊന്ന് ഇറക്കിയാൽ മതി പ്ലീസ്. കാശ് എത്ര വേണേലും തരാം. കാശ് കൊള്ളാം, നല്ല തമാശ. കാശ് കൊടുത്ത എല്ലാം കിട്ടും മോളെ. പിന്നെ ഇവിടെ ഇപ്പൊ കാശിനല്ല വില, സമയത്തിനല്ലേ. സമയത്തിനെ എന്ത് ശരിയല്ലേ ഞാൻ പറയണേ? അല്ല, നിങ്ങളിപ്പോ ഇത്ര തിരക്കൂട്ടി അങ്ങോട്ടാ? വണ്ടി കയറിപ്പോ പോലെ ശ്രദ്ധിക്കണം. എന്താ കുട്ടിയുടെ മുഖത്ത് ഇത്ര വിഷമം? ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇപ്പൊ തന്നെ വൈകി. നല്ല കാര്യം. അതിനാണോ കുട്ടി ഇത്ര നേരം തിരക്കൂട്ടിയെ? നമ്മൾ നിശ്ചയിക്കണമല്ലോ എല്ലാം നടക്കാനാണേ. മുകളിലുള്ള ആൾ എന്തൂട്ടണ കിട്ടാനുള്ളതാണെ പുണ്യാണെന്ന് തരൂന്നേ. മോള് വിഷമിക്കാണ്ടി, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേരെന്തൊട്ടെന്നറിയോ? ചേട്ടനൊന്ന് വേഗം വണ്ടി വിട്. എന്തൊട്ട് വർത്താനം മോനി പറഞ്ഞേ? വഴിയിൽ തിരക്കണില്ലേ നീ? നമ്മളെ വെച്ചോണ്ട് ഇത്രയും സ്പീഡിൽ ഓടാനേ അവന് പറ്റുള്ളൂ. ഇതിൽ സ്പീഡിൽ ഓടണമെങ്കിലേ എയർപ്ലെയിൻ ആയിരിക്കണം. എന്തേ ശരിയല്ലേ? ഓ സമ്മതിച്ച്. മിണ്ടാതൊന്ന് വണ്ടി ഓടിക്കാമോ? അല്ല മോളെ, ഈ ക്രാവ് എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കാൻ പണി അനിയനായിരിക്കും അല്ലേ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ എങ്ങനെയാണ്? ഈ കുട്ടികൾ വലുതായി വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മേനും കാണുമ്പോൾ വാശി തുടങ്ങും. അപ്പം അവരെ സാധനം വാങ്ങിച്ചോളൂ. എന്തൊട്ട് മൊബൈല്. പിന്നെ ഇതിറ്റുങ്ങൾ എന്തൊട്ട് അതിൽ കാണിക്കണേ, എന്തൊക്കെ കാണണേ, എന്തൊട്ടൊക്കെ ചെയ്യണേ, ആരൊക്കെ വിളിക്കണമെന്ന് ആർക്കറിയാം. എന്തെങ്കിലും കിടന്ന് കാണിക്കും, അവസാനം ഓരോ പ്രശ്നം ഉണ്ടാവും. ശരിയല്ലേ മോളെ? കുറെ നേരം ആയല്ലോ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. നീ ഇത് കണ്ടോ? എനിക്കൊന്നും കണ്ട നിന്റെ ചാറ്റിങ്. ചേട്ടാ ഒന്ന് വേഗം പോ. എന്റെ ക്രാവൻ, ഞാൻ പറഞ്ഞില്ലേ ഇത് പ്ലെയിൻ ഒന്നല്ലത്, ഓട്ടോ ആണ്. ഈ സ്പീഡില് പോവുള്ളത്. ഒരു മിനിറ്റ്. ഹലോ, അതെ വർഗീസാണ്. ആണോ? വിഷമിക്കണ്ടെന്നേ, ഞാൻ എത്തി. ടെൻഷൻ അടിക്കണ്ട. സീരിയസ് ആണല്ലേ? കുഴപ്പമില്ലാന്ന്, ഞാൻ എത്തിന്ന്. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ കേട്ടാ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കേട്ടിയേ, എനിക്കുള്ള വിളി വന്നു. ഞാൻ കാര്യം ചെയ്യാം, നിങ്ങളിവിടെ ഇറക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങൾ പറയും. ഈ കോപ്പിലെ വണ്ടി കയറിയപ്പോഴേ ഞാൻ വിചാരിച്ച പണി കിട്ടുമെന്ന്. നിങ്ങൾ വന്നേ, നമുക്ക് വേറെ വണ്ടി പോവാം. വാ. ഓപ്പറേഷൻ ഉടനെ ഉണ്ടാവും അല്ലേ? എന്തായാലും പൗരസമിതി പ്രസിഡന്റിനെയും നല്ലവരായ നാട്ടുകാരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടായിരുന്നല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്. കഴിവില്ലാത്തവരുടെ മുമ്പിൽ ദൈവം ഇവരെ പോലുള്ള നല്ലവരുടെ രൂപത്തിലും വരിസാറേ. കണ്ണു കാണാത്ത എനിക്കും വയസ്സായ ഇവൾക്കും ആകെയുള്ളത് ഞങ്ങളുടെ അന്നമോള. സ്കൂളിലെ ടീച്ചറാണ് ഇപ്പൊ ആശുപത്രി നിൽക്കണത്. ഞങ്ങൾക്ക് വേഗം പോകണമായിരുന്നു സാറേ. ഓക്കെ, പ്രസിഡന്റ് നേരിട്ട് വന്ന് പറഞ്ഞതുകൊണ്ടും ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ടുമാണ് ക്യാഷ് നേരിട്ട് കയ്യിൽ തരുന്നത്.
അല്ലെങ്കിൽ ചെക്കായിട്ടോ അതുമല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ മതി. ഹലോ സർ. അതാ വരുന്നു. ചേട്ടാ എടപ്പള്ളിയിലേക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടും. മോനെ ഒരു 10-15 മിനിറ്റ് പടലിടത്തിന് വണ്ടി ഉണ്ടാവും. അവിടുന്ന് ഇടപ്പള്ളിയിലേക്ക് ബസ് ഉണ്ടാവും. ശരി ചേട്ടാ. എടാ സമയം പോവാടാ. ഒന്നും മിണ്ടാതിരിക്കോ, മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. മോനെ തിരക്കുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്നാൽ ഓട്ടോ കിട്ടും. കുറെ ഓട്ടോക്കാരോട് ചോദിച്ചേട്ടാ, ആരും വരുന്നില്ല. എന്തോ റാലിയെന്നാ പറഞ്ഞു. ഓ ഞാനൊന്ന് മറന്നു. ഏതോ ഒരു മന്ത്രിമാരൊക്കെ വരുന്ന അതിന്റെ ബ്ലോക്ക് ഉണ്ടാവും അവിടെ. ആരുടെ അമ്മയ്ക്ക് വയലിൽ ഓടിക്കാൻ പോടാ. ഹെൽമെറ്റിലാണ് നീ വണ്ടി എന്റെ ഫ്രണ്ട് ആക്സിഡന്റ് കിടക്കുക സാറേ. വണ്ടി കൊണ്ട് മാറിക്കേ. എന്റെ ക്ലോസ് എന്റെ കൂടെ പഠിച്ചോ സാർ. എന്റെ കൂടെ പഠിച്ചോ സാർ. വിശ്വാസമില്ല. നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. ഇവിടെ അടുത്തൊരു മരുന്ന് കടയുണ്ട്, ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. സൂക്ഷിക്കണേ. ഓ എന്റെ ബാഗ്, എന്റെ ബാഗ്. എന്റെ ബാഗ്, എന്റെ ബാഗ്, എന്റെ ബാഗ്. ഇങ്ങോട്ട് പോണ കഴിവല്ല മോനെ. എന്റെ അപ്പന്റെ പ്രായം കൊണ്ടുപോയി. എന്റെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് പോയി. ഒന്നും ചെയ്യല്ല സാറേ, കണ്ണു കാണാൻ വയ്യാത്ത ആളാ. എന്ത് പറ്റി ചാച്ചാ? ബാഗ് എന്തിയെ? ഇല്ല പോയി, എന്റെ ബാഗ് പോയി. എന്റെ കർത്താവേ. ഞങ്ങൾ പാവങ്ങളാണ് സാറേ. ഞങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണവുമായിട്ട് ആശുപത്രിയിൽ പോകാൻ നിന്നതാ. ബാഗ് തട്ടിപ്പറിച്ചോണ്ട് ഓടി സാറേ. എന്റെ കുഞ്ഞിന്റെ ജീവന്റെ വിലയാ ബാഗിനുള്ളില്. ഞങ്ങളുടെ കൊച്ചിന്റെ ഓപ്പറേഷനുള്ള പൈസ സാറേ ആ ബാഗിനുള്ളിൽ. എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചതാ സാറേ. ക്ഷമിക്കണം, ഞാൻ അറിയാതെ. ഒരു വണ്ടി വിളിക്കും. ഇവർക്ക് പോകേണ്ട ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ. ഓക്കെ സർ. ക്ഷമിക്കണം സർ. കുടിക്ക്. ഇത് വേറെ ബാഗാ. നീ ആരാ? നിനക്ക് എവിടെ കിട്ടി? നിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഇവരൊന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഓക്കെ പെട്ടെന്ന്. സാർ വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ കയറിക്കോളൂ. ആ നിങ്ങൾ ചെല്ലേ. നല്ല മുറിവുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരോട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വെക്കോ. ഇവർക്കൊരു സഹായമാവും.
അമ്മയ്ക്കായിരിക്കും ചാച്ചാ എനിക്ക് എന്തെങ്കിലും പറ്റുമോ? എന്റെ പൊന്നുമോക്കൊന്നും പറ്റില്ല. ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? മോളെന്നും പ്രാർത്ഥിക്കാറില്ലേ? പിന്നെന്തിനാ മോളിങ്ങനെ സങ്കടപ്പെടുന്നേ? എത്രയായി കുഞ്ഞ്? പോയിട്ട് വന്നേ അമ്മേ. ഇപ്പൊ കാശിനല്ല വില, സമയത്തിനല്ലേ. അമ്മ ഒന്ന് ചെല്ല്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന്. അമ്മ ചെല്ല്. നിങ്ങളിത് ഇത്രയും നേരം എവിടെയായിരുന്നു? മോളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുക. ടീച്ചറെങ്കിലും ഉണ്ടായിരുന്നത് നന്നായി. ഒരു എമർജൻസി കേസ് വന്നിരുന്നു. തീരെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലായിരുന്നു. പിന്നെ ഡോക്ടർ അവരുടെ വീട്ടുകാരായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ പയ്യന്മാരാണ് കറക്റ്റ് ടൈമിന് ബ്ലഡ് തന്നത്. മരിച്ച കുട്ടിയുടെ കോളേജ് മേറ്റ്സ് ആണ്. ഒരു ഓട്ടോക്കാരനാണ് കുട്ടികളെ ഇവിടെ എത്തിച്ചത്. പേര് ഓർമ്മ കിട്ടണില്ല. ചിലപ്പോൾ ആ കുട്ടികൾക്ക് അറിയായിരിക്കും. അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. നേരത്തെ ഒന്ന് ഓട്ടോക്കാരനെ അറിയോ? ഇല്ല, നിങ്ങളുടെ ബന്ധുവാന്നാ പറഞ്ഞേ. ഞങ്ങളുടെ കൂട്ടുകാരന് ബ്ലഡ് കൊടുക്കാൻ വന്നതാ. പക്ഷേ ഈ കുട്ടിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ ആ ഓട്ടോക്കാരനാ. അയാളുടെ പേരെന്താ പറഞ്ഞ? ഹലോ, അതേ വർഗീസാണ്. ഒരു ഓട്ടോക്കാരനാണ് കുട്ടികളെ ഇവിടെ എത്തിച്ചത്. ആ ഇപ്പൊ ഇറങ്ങും. എടി നീ എവിടെയായിരുന്നു? അമ്മ വിളിക്കുന്നുണ്ട്. ഇത് എന്റെ നമ്പറാണ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ശരി. ഹലോ സാർ, ഞാൻ എബിയാണ്. സാറിന് അറിയോ ആ ഓട്ടോ ഓടിച്ചാൽ? നീ വണ്ടി ഓടിക്കുന്നത് എന്ത് കോലെടുക്കും? എന്റെ ഫ്രണ്ട് ആക്സിഡന്റ് കിടക്കുക സാറേ. എന്റെ ക്ലോസ് ഫ്രണ്ടാ, എന്റെ കൂടെ പഠിച്ചോനാ സാറേ. സാറേ എന്റെ കൂടെ പഠിച്ചോനാ സാറേ. വിശ്വാസം ഇല്ലെങ്കിൽ ആ ഓട്ടോക്കാരോട് ചോദിച്ചു നോക്കും സാറേ. സാറേ ആളെ ഞങ്ങളെ കൊണ്ടുപോകുന്നതാ സാറേ. നോക്ക് സാറേ ഞങ്ങൾ പൊക്കോട്ടെ സാറേ. ഈ കുട്ടിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ആ ഓട്ടോക്കാരനാ. ഈ കോപ്പിലെ വണ്ടി കയറിയപ്പോഴേ ഞാൻ വിചാരിച്ച പണിയിട്ടൊന്നു. ഒരു വണ്ടി വിളിക്കും. ഇവർക്ക് പോകേണ്ട ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. അമ്മ ഒന്ന് പോയിട്ട് വന്നേ അമ്മേ. ഇപ്പൊ കാശിനല്ല വില, സമയത്തിനല്ലേ. അമ്മ ഒന്ന് ചെല്ല്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന്. ലാസ്റ്റ് ബോട്ട് പോണതിന് മുന്നിൽ എത്തിയേക്കണം. പറയുന്നത് കേട്ടോ. നല്ല പൊരിഞ്ഞിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? പടക്കുതിര എന്ന് പറയുന്ന ഒരു ഓട്ടോ ഉണ്ട് ഇവിടെ. പടക്കുതിര ഇല്ല ഇല്ലല്ലോ മോനെ. ഗീവർഗീസ് എന്നാ പേര്. ഗീവർഗീസാ? ഇല്ലില്ല, അങ്ങനെ ഓട്ടോ ഇല്ല. ശരി. പടക്കുതിര മോനെ. പടക്കുതിരയുടെ മുകളിൽ വരുന്ന ഒരൊറ്റ ഗീവർഗീസിനെ എനിക്കറിയുള്ളൂ. അത് സാക്ഷാ ഗീവർഗീസ് പുണ്യാളനാ. അതൊന്നും അല്ലല്ലോ അല്ലേ? ചേട്ടാ പോണ വഴിക്കൊന്ന് ഇറക്കിയാൽ മതി പ്ലീസ്. കാശ് എത്ര വേണേലും തരാം. കാശ് കൊടുത്തെല്ലാം കിട്ടും മോളെ. ഇപ്പൊ കാശിനല്ല വില, സമയത്തിനല്ലേ. നമ്മൾ നിശ്ചയിക്കണല്ലോ എല്ലാം നടക്കാനാണേ. മുകളിലുള്ള ആൾ എന്തുവിടണ കിട്ടാനുള്ളതാണേ പുണ്യാണ് തരൂന്നേ. മോള് വിഷമിക്കാണ്ടിരി.
പടക്കുതിരയുടെ മുകളിൽ വരുന്ന ഒരു ഒറ്റ ഗീവർഗീസിനെ എനിക്കറിയുള്ളൂ. അത് സാക്ഷാ ഗീവർഗീസ് പുണ്യാളനാ. ആടോ എന്ന് വന്ന് ചോർമ്പതി കൊടുക്കുന്നുണ്ടല്ലോ. ഏതോ അമ്പലത്തിലെ പൂജാരിയാന്ന് തോന്നുന്നു. അതെ അതെ. ഏതായാള് ഏതാണോ എന്നും വരുന്നുണ്ടല്ലോ, നമുക്ക് പോയി ചോദിച്ചാലോ? നീ കണ്ട ആരാണെന്ന് അറിയണല്ലോ. പോയി ചോദിക്കണോ? അതാന്നാ തോന്നുന്നത്. അവിടുന്ന് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഞാൻ കാണാറുണ്ട്. ഇതാണ് സത്യം. ഇതുപോലെ ഒരുപാട് മനുഷ്യന്മാർ നമ്മളുടെ മുമ്പിൽ കൂടെ വന്നു പോകാറുണ്ട്. അവരുടെ പേരോ നാടോ മതമോ ഒന്നും നമ്മൾ അറിയാറില്ല. ബാക്കി വെക്കുന്നത് ഒരു പുഞ്ചിരി മാത്രം. നമ്മളൊന്ന് കണ്ണു തുറന്നാൽ നമുക്ക് കാണാം കൃഷ്ണനെയും നബിയെയും ക്രിസ്തുവിനെയും എല്ലാവരും. അങ്ങനെ കുറേ പകലുകളും രാത്രികളും ചടപടാന്ന് കടന്നുപോയി. അന്നക്കുട്ടിയുടെ ചാച്ചനും അമ്മച്ചിയും ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടാണ്. നമ്മുടെ ചുള്ളനെ എബിനെ തൃശ്ശൂർ പോലെ അവൻ അങ്ങോട്ട് മതിമറന്ന് ജീവിക്കാണ്. പിള്ളേരല്ലേ, പൊട്ടി വിരിയട്ടെ, അമ്മിട്ട് പൊട്ടി വിരിയണ പോലെ പൊട്ടി വിരിയട്ടെ. അങ്ങനെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുളന്റെ ചേച്ചില്ലേ എലീന, അവൾക്കും കിട്ടി നല്ലൊരു ജോലി. പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? സ്മിത. എലീന. നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരുന്നു. വല്ലാത്തൊരു കക്ഷിയാ മുൻപ് ഈ സീറ്റിലിരുന്നത്. എന്താ ചേച്ചി, പുള്ളി ട്രാൻസ്ഫർ ആയോ? ഏയ് അതല്ല, ആളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളായിരുന്നു. പ്രതാപൻ എന്നായിരുന്നു പേര്. കസ്റ്റമേഴ്സിനോടൊക്കെ അത്ര നല്ല രീതിയിലല്ല പെരുമാറിയിരുന്നത്. ഇവിടെ ഒരുപാട് തിരിമറികൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു അപകടം പറ്റി. ഇപ്പൊ കിടപ്പില്ല, തളർന്നു കിടക്കുക. താൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ജോലി തുടങ്ങിക്കോ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ശരി ചേച്ചി. ഹലോ സർ. അതാ വരും. ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാലേ അത് ഡീസൻ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ നോക്കണം. എടാ, ഒരു കണ്ണ് പൊട്ടൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ എന്തിനാ ഈ പണിക്ക് കൊള്ളുകയല്ലടാ. സാറേ, ആ ബാഗ് എൻ്റെ കിട്ടിയതാ. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നാശം പിടിച്ച് ഓട്ടാൻ തന്നെ ഇടിച്ച് എൻ്റെ ആ ബാഗ് തെറിച്ചു പോയി. അപ്പോഴേക്കും ഒരു ചെറുക്കം വന്ന് ആ ബാഗ് എടുത്ത്. ഓട്ടോയും ഒരു പീറ ചെക്കനും നിന്നേക്ക് പണിയേപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എടാ, ഇത്രയും നാളും കട്ടും മുട്ടിച്ചും തന്നെടാ പ്രതാപൻ ഈ നിലയിലെത്തിയത്. എന്നെ ഈ നിലയിൽ നിന്ന് താഴോട്ട് ഇറക്കാനേ ദൈവം നമ്പരാൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അല്ലെങ്കിലും നല്ലതിന് കൂട്ടായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്നാലോ മുറിച്ച് മാറ്റേണ്ട മരാണെങ്കിൽ, അത് സ്വർണം കായ്ക്കണ മരാണെങ്കിൽ പോലും എനിക്കത് ചെയ്തല്ലേ പറ്റൂ. ഞാനത് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ. ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനും ദൈവം കണക്കൂട്ടി വെച്ച ഓരോ വിധി, അതിനെല്ലാം തുടച്ചു മാറ്റിയിട്ട് ഒരുപാട് പേർ
ഇതേപോലെ നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ മാന്ത്രിക വിദ്യകൾ കാണിച്ചിട്ട് എങ്ങോട്ടൊക്കെയോ പോയി മറിയും. ആ പോക്കിൽ അവരവരുടെ പേരോ വീടോ നാടോ ജാതിയോ മതമോ ഒന്നും നമുക്ക് വെളിപ്പെടുത്തില്ല. നമ്മുടെ മുന്നിൽ അവൻ ബംഗാളിയായിട്ടും 12 വയസ്സുകാരനായിട്ടും മത്സ്യത്തൊഴിലാളിയായിട്ടും എന്തിനു ചിലപ്പോൾ ലോട്ടറി കച്ചവടക്കാരൻ വരെയായിട്ട് വരും. അങ്ങനെയാണെങ്കിലേ ദാ ഇവരെയൊക്കെ അല്ലേ ഈശ്വരൻ എന്ന് വിളിക്കേണ്ടത്.